നമ്മുടെ കുട്ടികളുടെ എക്സാം ഒക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു. 10ാം ക്ലാസ്സിൽ ഒരുപാട് A+ നേടിയ ആളുകളുണ്ട്. 6, 7, 8, 9 അങ്ങനെ കുറെ A+ നേടിയിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ +2ലും A+ ഒക്കെ നേടി നല്ല ഉഷാറായിട്ട് വിജയിച്ച കുട്ടികളുണ്ട്. ഇനിയിപ്പോ ഇവരൊക്കെ അഡ്മിഷൻ എടുക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് അല്ലെ. പല ആളുകൾക്കും +1 അഡ്മിഷൻ എടുക്കണം, പിന്നെ +2 പാസ്സായ കുട്ടികൾ എൻട്രൻസ് എഴുതണോ, അല്ലെങ്കിൽ മറ്റേതൊരു കോഴ്സിന് പോകണം. ഇങ്ങനെ പല തിരക്കിലാണ് നമ്മുടെ മക്കൾ. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മുടെ അറിവ് നമുക്ക് ജീവിക്കാനുള്ളതാണ്. നമ്മുടെ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും ജീവിതം മനോഹരമാക്കാനുള്ളതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ വളരെയധികം സൂക്ഷിക്കുക. എത്രയോ കേസ് ക്ലിനിക്കിൽ വരാറുണ്ട്. അത് പഠിച്ച് പിരാന്തായ ആളുകൾ, പഠിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ച ആളുകൾ, പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചിട്ട് മാനസിക വിഭ്രാന്തിയിലുള്ള കുട്ടികൾ. ഇതിന്റെ കാര്യകാരണങ്ങള് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. അധ്യാപകരുണ്ട്, അതേപോലെ തന്നെ രക്ഷിതാക്കളുണ്ട്, നമ്മള് വിദ്യാർത്ഥികൾ സ്വന്തമായിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഏത് കോഴ്സ് എടുക്കാം, ഏത് കോഴ്സ് നിങ്ങൾ എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കഴിവുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുത്തോളൂ. അതിന് സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ടും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലാതെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്ലാസ് കേട്ടതിന്റെ പിറകിൽ നമ്മൾ ഒരുപാട് പൈസ ലോൺ എടുത്തിട്ട് കോഴ്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ സ്വന്തം കഴിവുകളെ കുറിച്ചിട്ടും യാതൊരു ബോധമില്ലാത്ത പല മക്കള് ആരോ എന്തോ എവിടെയോ പറയുന്നത് കേട്ടിട്ട് പല കോഴ്സ് എടുത്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ പേരിൽ മാനസികമായിട്ട് തളർന്ന മക്കളുണ്ട്. അതിനപ്പുറം വീട് ലോൺ എടുത്തതാണ്, അല്ലെങ്കിൽ പറമ്പിന്റെ ലോൺ എടുത്തതാണ്. എന്നിട്ട് ഈ രക്ഷിതാക്കളുടെ പ്രഷർ വേറെ. നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലോൺ എടുത്തിരിക്കുന്നത്. നീ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചാൽ അച്ഛന് സഹിക്കൂല, അമ്മക്ക് സഹിക്കൂല എന്നുള്ള വീക്ഷണി. ഇത് കേൾക്കുമ്പോൾ ഈ കുട്ടികൾക്ക് കൂടുതൽ ടെൻഷൻ അടിക്കുന്നു. കുട്ടികൾ പഠനമാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വയ്യ, എന്നിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു, നാട്ടിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇത് ആലോചിച്ചിട്ട് ആകെ നശിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് നന്നാവാനുള്ളതാണ്, നശിക്കാനുള്ളതല്ല. ഏത് കോഴ്സ് എടുത്ത് നിങ്ങൾ ഏത് പഠിച്ചാലും അതിന് അതിൻ്റെതായ ഒരു പ്രൗഢിയുണ്ട്, അതിൻ്റെതായ ഒരു മികവും നമ്മുടെ ജീവിതത്തിൽ കാണിക്കാൻ കഴിയും. നമ്മൾ പഠിച്ചിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത. ഒരു ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ്, ഇങ്ങനെ പല മേഖലയിലൂടെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. അധ്യാപകനുണ്ട്. അധ്യാപകൻ നല്ല രീതിയിൽ പഠിച്ച അധ്യാപകനായിട്ടുണ്ടെങ്കിൽ ആ അധ്യാപക മേഖലയിൽ തിളങ്ങാൻ കഴിയും, കുട്ടികൾക്ക് പ്രിയപ്പെട്ട അധ്യാപകനാകാൻ കഴിയും. അതേപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ചൊരു ഡോക്ടറാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കോഴ്സ് നേടിയാൽ നടക്കൂല, എങ്ങനെയെങ്കിലും കോഴ്സ് നേടിയിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഒരു വിഷയം ഞാനിവിടെ സംസാരിക്കാൻ കാരണം, ഒരുപാട് കുട്ടികൾ പലപ്പോഴായിട്ട് ടെൻഷൻ അടിച്ചിട്ട് ക്ലിനിക്കിൽ വരാറുണ്ട്. പല കുട്ടികളും സമനില തെറ്റിയിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് ആദ്യമേ ഞാൻ പറയുന്നു. ഒന്ന്, അധ്യാപകർ അനിവാര്യമായിട്ട് ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്ത പ്രഷർ ഒഴിവാക്കുക. ഈ കുട്ടിയുടെ കഴിവ് അല്ലെങ്കിൽ കുട്ടിക്ക് ഏതിലാണ് മുന്നോട്ട് പോവാൻ പറ്റുന്ന ഒരു സമാധാന അന്തരീക്ഷം ഉള്ളത്, അതൊന്ന് തിരിച്ചറിയാതെ ആ കുട്ടിക്ക് ഗൾഫിൽ ഇത്ര ലക്ഷം സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടി അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ നാട്ടിലെ ഒരു കുട്ടി ബ്രിട്ടനിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് കുട്ടികളെ ഉജുമ കയറ്റിയിട്ട് പല കോഴ്സ് എടുപ്പിക്കും. ഈ കുട്ടിക്ക് ഇതിന് കഴിവുണ്ടോ? ഇനി കഴിവില്ലാത്ത കുട്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉന്നതങ്ങളിൽ എത്താൻ നന്നായിട്ട് മനക്കരുത്തുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ പ്രോത്സാഹനം കൊടുത്തോളൂ, യാതൊരു കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും അനാവശ്യ പ്രോത്സാഹനവും ഉച്ചിമക്കയറ്റലൊക്കെ ഉണ്ടായിട്ട് കുട്ടികളുടെ ഭാവി തന്നെ നശിക്കുന്ന ഒരവസ്ഥയാണ്. അതേപോലെ തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ അതല്ലെങ്കിൽ പൈലറ്റോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്റെ മോള് എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. പല രക്ഷിതാക്കളും പറയുന്ന ഒരു കാര്യം, വിചാരം എന്താണെന്നറിയോ, നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ളതാ മക്കളെന്ന്. അല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ളതല്ല മക്കള്. അവർക്ക് എന്താണോ ആഗ്രഹം അതിന് നമ്മൾ കൂടെ നിന്ന് കൊടുക്കുക. എന്നാലോ അവർ ഒരുപാട് അനാവശ്യ ആഗ്രഹങ്ങൾ പറഞ്ഞ് അതിന് കൂടെ നിൽക്കണമെന്നൊന്നുമില്ല. നമ്മുടെ അവസ്ഥ കൂടി നമ്മൾ നോക്കണം. 10, 50, 60 ലക്ഷം ചെലവാക്കിയിട്ട് പഠിക്കേണ്ട ഒരു കോഴ്സാണ്. അവർക്ക് എൻട്രൻസ് ഒന്നും കിട്ടാതെ അത്രയും സമ്പത്ത് നമ്മളെ കൊണ്ട് കഴിയില്ല എങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതല്ലാതെ അവിടുന്ന് കടം വാങ്ങി ഇവിടുന്ന് കടം വാങ്ങി കുറെ സ്വർണം കൊണ്ട് പണയം വെച്ചു ഉള്ളൊരു വീട് പണയപ്പെടുത്തി അവസാനം കോഴ്സ് എങ്ങോട്ടും എത്തൂല. ഈ പോയ കുട്ടിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാവില്ല. പിന്നെ അതിന്റെ പേരിൽ പ്രഷറായി, കുട്ടിയോട് ദേഷ്യമായി, ഇവിടെ നമ്മുടെ സന്തോഷവും സമാധാനവും നശിപ്പിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒരിക്കലും
നമ്മുടെ ജീവിതത്തിന് സമാധാനം കിട്ടില്ല. അത് നമ്മളൊരു പക്വതയോട് കൂടി നോക്കുക. അപ്പൊ അതുകൊണ്ട് കോഴ്സ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും അതിനെ കുറിച്ചിട്ടൊന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട്, അല്ലാതെ അവൻ ഡോക്ടറായി ഇവൻ എഞ്ചിനീയറായി അതല്ലെങ്കിൽ അവള് പൈലറ്റായി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവരെ മാതൃകയാക്കാം, അല്ലെങ്കിൽ അവരോട് ചോദിച്ച് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും എല്ലാം ഒരുപോലുള്ള കഴിവുകളല്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ നന്നായിട്ട് ഞാൻ എന്ത് റിസ്ക് കൊടുത്തിട്ട് പഠിക്കും, എന്നിട്ട് ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തും, ഞാൻ ഡോക്ടറോ എഞ്ചിനീയറോ പൈലറ്റോ അങ്ങനെ എന്തെങ്കിലും ആവുന്ന ഉറച്ച വിശ്വാസം ഉണ്ടോ? നിങ്ങൾ ഇറങ്ങിക്കോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും അല്ലാതെ അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ പലപ്പോഴും മരണത്തിലേക്ക് സഞ്ചരിക്കുന്ന പല വിദ്യാഭ്യാസങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ അയൽപക്കത്തുണ്ട്. അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമുക്ക് ഈ വിദ്യ എന്നുള്ളത് അഭ്യസിക്കുന്നത് ജീവിതം മനോഹരമാകുവാനും മനസ്സിന് സന്തോഷം കിട്ടുവാനും നാടിനും സമൂഹത്തിനും നന്മ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ഞാൻ സ്വയം നശിച്ചുകൊണ്ട് ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കാൻ കഴിയും? അതുകൊണ്ട് സ്വയം നശിക്കാതെ വളരാനുള്ളതാണ് അറിവ് നേടുന്ന ആ ഒരു കലാലയം എന്ന് മനസ്സിലാക്കി ആ കലാലയത്തിലേക്ക് സന്തോഷത്തോടു കൂടി പ്രവേശിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന, മറ്റുള്ളവരുടെ ജാടയോ അല്ലെങ്കിൽ കുടുംബക്കാർ അത് പഠിച്ചു ഇത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഹങ്കാരത്തിന് വേണ്ടി കോഴ്സുകൾ തിരഞ്ഞെടുക്കാതെ നിങ്ങളാക്കിക്കൊണ്ട് ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന കോഴ്സുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് പഠിക്കുക. അതിന് കൂടെ നിൽക്കുന്ന രക്ഷിതാക്കളാവുക, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന മക്കളും ആവുക. അതല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ പറയാൻ കാരണം, എത്രയോ കുട്ടികൾ പാതി വഴിയിൽ ടെൻഷൻ അടിച്ചാകെ ആ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട്. ഏത് കോഴ്സും ആവട്ടെ, ആ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തതിന്റെ പേരിൽ മാനസികമായിട്ട് ഇന്ന് മാനസിക നില തളർന്നിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ എടുക്കുന്ന മക്കളുണ്ട്. ആ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിച്ചിട്ട് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ അല്ലെങ്കിൽ ബാധ്യതകൾ ഉണ്ടായതിന്റെ പേരിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ അകന്നവരുണ്ട്, നാട് വിട്ടുപോയ കുട്ടികളുണ്ട്. ഇതല്ല വിദ്യാഭ്യാസം. പിന്നെ എന്റെ മക്കളോട്, എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രക്ഷിതാക്കളെ നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ വാശിക്ക് വേണ്ടിയിട്ട് അവരെ ഇടങ്ങറാക്കി കണ്ണീരിലാക്കിയിട്ട് നിങ്ങൾ വെറുതെ അവിടെ പോയി കറങ്ങണം ഇവിടെ പോയി കറങ്ങണം, ഞാൻ അവിടെ പോയാലേ പഠിക്കൂ ഇവിടെ പോയാലേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ ഈ വളർത്തിക്കൊടുന്നതിന്റെ പേരിൽ സങ്കടപ്പെടുത്തുന്ന മക്കളാവരുത്. നമ്മൾ ഒരുപാട് ഇടങ്ങറായിട്ട് നമ്മുടെ രക്ഷിതാക്കൾ വളർത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മളൊരു +2 പാസ്സായതിന്റെ പേരിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ മാർക്ക് വാങ്ങിയതിന്റെ പേരിൽ അവര് സങ്കടപ്പെടുന്ന രീതിയിലാവരുത് നമ്മുടെ വിദ്യാഭ്യാസം. എല്ലാം ഒന്ന് പരസ്പരം മനസ്സിലാക്കിയിട്ട് തിരിച്ചറിവോട് കൂടിയിട്ട് ഒരു യാത്രയാണ് ജീവിതം മനോഹരമാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഒത്തിരി സ്നേഹത്തോടു കൂടി